നമസ്കാരം. ഇവൻ വെറും ഉടായിപ്പ്. ഇവന് പട്ടാളത്തിൽ പണ്ട് പൊറോട്ടയടിയായിരുന്നു ജോലി. ഇയാളുടെ തള്ളു കേട്ടാത്തൊന്നും ഇയാൾ മറ്റേ അവിടെ പോയി തള്ളിയാണ് ഈ ഭീകരന്മാരെയൊക്കെ ഓടിച്ചതെന്ന് അങ്ങനെ തോന്നും. സംഗതി പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചല്ല, രാജ്യം അല്ലെങ്കിൽ കേരളം സത്യത്തിൽ ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല എന്ന് വേണം പറയാൻ. കേരളത്തിലെ അഭിമാന പുത്രന്മാരിൽ ഒരാൾ എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാവുന്ന ആളാണ് മേജർ രവി. ഈ മേജർ എന്ന പദവി അദ്ദേഹത്തിന് ചുമ്മാതങ്ങ് ലഭിച്ചതല്ല. മേജർ എന്ന പദവി അദ്ദേഹത്തിന് ലഭിക്കാൻ അത്രയേറെ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്ന, അദ്ദേഹത്തെ ഇപ്പോൾ കളിയാക്കുന്ന പലരും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തിനേറെ പറയുന്നു, അദ്ദേഹം ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്നത് കൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോയുടെയും താഴെ വരുന്ന കമന്റുകൾ അതിരൂക്ഷമാണ് എന്ന് പറയേണ്ടി വരും. ഒരു ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു ഭാരതീയൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു ദേശഭക്തിയുള്ള ഒരു ജനമെന്ന നിലയിൽ മേജർ രവിയെ കുറിച്ച് പറയുമ്പോൾ പലർക്കും കൊള്ളും. കാരണം അദ്ദേഹം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പോരാടിയ സൈനികൻ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയോട്, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വിശ്വസിക്കുന്ന പാർട്ടിയോടോ പാർട്ടിയുടെ നിലപാടിനോടോ അതിന്റെ ആശയത്തോടോ വെറുപ്പുള്ളവരോ അല്ലെങ്കിൽ താല്പര്യമുള്ളവരും കാണാം. പക്ഷേ മേജർ രവി എന്ന വ്യക്തിയെ നമ്മൾ അങ്ങേയറ്റം കടന്നാക്രമിക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ നാടിനു വേണ്ടി ചെയ്ത ഓരോ പ്രവർത്തനവും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കുന്നതിൽ സൈനികരുടെ പങ്ക് വളരെ പ്രധാനമാണ്. അത്തരത്തിലുള്ള ധീര സൈനികരിൽ ഒരാൾ തന്നെയാണ് മേജർ രവി. അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ സേവനം ചെയ്ത ഒരു ധീര ഉദ്യോഗസ്ഥനാണ്. മേജർ എന്ന പദവിയിലേക്ക് ഉയർന്നതിന് അദ്ദേഹത്തിന്റെ കഴിവും സമർപ്പണവും തന്നെയാണ് തെളിയിക്കുന്നത്. സൈന്യത്തിൽ പ്രവേശിക്കാൻ അദ്ദേഹം SSB, അതായത് സർവീസ് സെലക്ഷൻ ബോർഡ് എന്ന നിസ്സാര കടമ്പയല്ല SSB എന്ന് പറയുന്നത്. SSBയിൽ പോയി അദ്ദേഹം കഠിനമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വഴി വിജയകരമായി പൂർത്തിയാക്കി. ഈ തെരഞ്ഞെടുപ്പ് ശരീര സാമർഥ്യം, ബുദ്ധിശക്തി, നേതൃഗുണങ്ങൾ എന്നിവ പരിശോധിക്കുന്നതാണ്. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. പ്രത്യേകിച്ച് കശ്മീരിലെ ഓപ്പറേഷനുകളിൽ അദ്ദേഹത്തിന്റെ ധൈര്യവും കൃത്യമായ തീരുമാനങ്ങളും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ സഹായമായി മാറി. അദ്ദേഹം നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSG എന്ന പ്രത്യേക കമാൻഡോ വിഭാഗത്തിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ സൈനിക ജീവിതം വളരെ വെല്ലുവിളികളാലും ധൈര്യ പരീക്ഷണങ്ങളാലും നിറഞ്ഞതാണ്. സൈനിക ജീവിതത്തിന് ശേഷം അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വരികയാണ്. തന്റെ അനുഭവങ്ങൾ ഉപയോഗിച്ച് യഥാർത്ഥ സൈനിക ജീവിതം അവതരിപ്പിക്കുന്ന സിനിമകൾ നിർമ്മിച്ചു. കീർത്തി ചക്ര, കുരുക്ഷേത്ര തുടങ്ങിയ സിനിമകൾ അതിന്റെ ഉദാഹരണമാണ്. അവസാനമായി പറയേണ്ടത്, മേജർ രവി ഒരു സൈനികൻ എന്ന നിലയിൽ രാജ്യസ്നേഹത്തിന്റെ പ്രതീകം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം യുവജനങ്ങൾക്ക് എപ്പോഴും പ്രചോദനമാണ്. ഇങ്ങനെ പുട്ടുതള്ളിയും ഈ പറയുന്ന പോലെ തന്നെ ഭീകരന്മാരുടെ വാക്യത്ത് കൊണ്ട് തള്ളുകഥകൾ കൊണ്ട് നിറച്ചും, അല്ലെങ്കിൽ ഇയാൾക്ക് അവിടെ പൊറോട്ട അടിയായിരുന്നു പണി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. രാജ്യത്തിന് വേണ്ടി മറ്റാരും ഇറങ്ങിത്തിരിക്കാത്ത തരത്തിൽ ഈ പറയുന്ന കമന്റ് ഇടുന്ന പലരും പേടിക്കുന്ന തരത്തിൽ പോയി പണിയെടുത്ത ഭീകരന്മാരുടെ മാളത്തിൽ പോയി പ്രവർത്തിച്ച ഒരു വ്യക്തി തന്നെയാണ് സൈനികൻ മേജർ രവി എന്ന് പറയുന്നത്. സൈന്യത്തിലെയും പോരാട്ട വീര്യവുമായി രാഷ്ട്രീയ ഗോതയിൽ സജീവമാവുകയാണ് ഒറ്റപ്പാലത്തെ NDA സ്ഥാനാർത്ഥി കൂടിയായ മേജർ രവി. ഒരു പട്ടാളക്കാരന്റെ കരുത്തോടെ ജനങ്ങളെ സേവിക്കുമെന്നും ഒറ്റപ്പാലത്തിന്റെ വികസനത്തിനായി അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുമെന്നും ഇദ്ദേഹം പറയുകയാണ്. അതിർത്തി കാത്ത കരുത്ത് ജനസേവനത്തിനും ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. പട്ടാളത്തിൽ ചേരുമ്പോൾ മീശ പോലും മുളച്ചിട്ടില്ലാത്ത പ്രായമായിരുന്നു തനിക്കെന്ന മേജർ രവി പറയുകയാണ്. അന്ന് അതിർത്തി ഗ്രാമങ്ങളിൽ ഒറ്റയ്ക്ക് കാവൽ നിന്ന അതേ ധൈര്യവും ആവേശവും ഇന്നും തന്റെ മനസ്സിലുണ്ട്. ഒരു സൈനികന്റെ ഊർജം കൈവിടാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്നും അദ്ദേഹം പറയുന്നു. പട്ടാള ജീവിതമാണ് എനിക്കെന്നും സ്വർഗം. സിനിമയോ രാഷ്ട്രീയമോ ഇതിന് പകരമേ ആവില്ല. പട്ടാളത്തിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അങ്ങനെയൊരു സൗഭാഗ്യം എന്നില്ല. ഇന്ന് ഞാൻ നടത്തുന്ന മിലിറ്ററി അക്കാദമിയിലൂടെ ഒട്ടനവധി കുട്ടികളെ രാജ്യസേവനത്തിനായി പ്രാപ്തരാക്കുന്നുണ്ട്. ആ അച്ചടക്കവും കഠിനാധ്വാനവുമാണ് രാഷ്ട്രീയത്തിലും എന്റെ കൈമുതലെന്നാണ് മേജർ രവി പറയുന്നത്. സിനിമാ ജീവിതത്തിനിടയിൽ ഉയർന്നു വന്ന സാമ്പത്തിക ആരോപണങ്ങളെയും വ്യക്തിഹത്യകളെയും അദ്ദേഹം തള്ളിക്കളയുകയാണ്. മറ്റുള്ളവർ ചെയ്ത കുറ്റങ്ങൾ തന്റെ മേൽ ആയിരുന്നുവെന്നും പേരും പ്രശസ്തിയുമുള്ളവർക്ക് നേരെ ആരോപണങ്ങൾ വരുന്നത് സ്വാഭാവികമാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ആരെയും ചതിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ലെന്നും നേരിട്ട പ്രതിസന്ധികളെല്ലാം വിധിയായി കാണുന്നുവെന്നുമാണ് മേജർ രവിയുടെ പക്ഷം. രാജ്യസ്നേഹത്തിന് മുൻതൂക്കം നൽകുന്ന തന്റെ സിനിമകൾ പോലും തന്നെയായിരിക്കും രാഷ്ട്രീയ നിലപാടുകളെന്നുമാണ് അദ്ദേഹത്തിന്റെ പറച്ചിൽ.
നമ്മുടെ രാജ്യത്തിനുടനീളം ഇരുന്ന് തന്നെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവർ ധാരാളമുണ്ട്. സർജിക്കൽ സ്ട്രൈക്ക് സമയത്ത് ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾ തകർന്നു എന്ന തെറ്റായ പ്രചാരണം നടത്തിയവർ യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികൾ തന്നെ. ഭാരതം മറ്റൊരാളുടെ മുന്നിൽ മുട്ടുകുത്തുന്നത് കണ്ട സുഖം കണ്ടെത്തുന്നവരെ ജനങ്ങൾ തിരിച്ചറിയണം. ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ സംരക്ഷകനായി നിൽക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് ശല്യമായി മാറരുത്. കേരളത്തിന്റെ AI ഹബ്ബാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. ജനപ്രതിനിധിയാകാൻ സാധിച്ചാൽ നിർമ്മിത ബുദ്ധിയെ കേരളത്തിന്റെ വിദ്യാഭ്യാസ തലവഴി ചേർത്തുവെക്കുന്ന ചില പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്നാണ് മേജർ രവി വ്യക്തമാക്കുന്നത്. കുട്ടികളുടെ പഠനത്തിൽ പോലും വളരെയധികം സ്വാധീനം ചെലുത്താൻ പോകുന്ന കാര്യമാണ് AI. സമീപ ഭാവിയിൽ തന്നെ നിർമ്മിത ബുദ്ധിയിൽ സമസ്ത മേഖലകളിലും വലിയ കുതിച്ചുചാട്ടം തന്നെ നടത്തും. ഒരു മനുഷ്യ അധ്യാപികയോ കുട്ടികളെ ഒരു കാര്യം പഠിപ്പിക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ കുറഞ്ഞ സമയത്തിൽ തന്നെ AIക്ക് ആ ദൗത്യം നിർവഹിക്കാൻ കഴിയും. എന്തായാലും നിർമ്മിത ബുദ്ധി വേണ്ട ഒരു ഹബ്ബ് ഒറ്റപ്പാലത്ത് പരിഗണിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും അദ്ദേഹം പറയുന്ന ഓരോ കാര്യത്തിലും വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നുകൊണ്ട് വെറും ചാണകമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവർ ഒന്ന് ആലോചിക്കുക. അതുവഴി നമ്മൾ രാജ്യത്തെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്.